SSLC സർട്ടിഫിക്കറ്റിന് ആധാർ കാർഡ് വേണം. പക്ഷേ കോഴിക്കോട്ട് നിന്ന് ഒരു വിദ്യാർത്ഥിയുടെ ദുരവസ്ഥയാണ് ഇനി പറയാനുള്ളത്. തെരുവിൽ അന്തിയുറങ്ങുകയാണെങ്കിലും പഠനത്തിൽ മിടുക്കനാണ് അരവിന്ദ്. അരവിന്ദിനൊരു ആധാർ കാർഡ് വേണം. അഡ്രസ് പ്രൂഫും ID പ്രൂഫും ഇല്ല, ജനന സർട്ടിഫിക്കറ്റും ഇല്ല. അതുകൊണ്ട് തന്നെ ആധാർ കാർഡിന് അപേക്ഷിച്ചിരിക്കുകയാണിപ്പോൾ സ്കൂൾ ഹെഡ് മാസ്റ്റർ VS രഞ്ജിത്ത് അരവിന്ദിനൊപ്പം ചേരുകയാണ്. VS രഞ്ജിത്ത്, സ്കൂളിൽ പഠിക്കാൻ മിടുക്കനായ ഒരു വിദ്യാർത്ഥിക്ക് സഹായം എത്തിക്കുന്നതിനായി ഹെഡ് മാസ്റ്റർ തന്നെ ഇപ്പോൾ മുന്നിട്ടിറങ്ങുകയാണ്. സ്കൂൾ സമയമായി വരുന്നു. ഇപ്പോൾ അരവിന്ദ് ഉണ്ടോ നമുക്കൊപ്പം? സുജി, അരവിന്ദ് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഞാൻ അരവിന്ദ് താമസിക്കുന്ന മാവൂർ പഞ്ചായത്തിലുള്ള 1-ാം വാർഡിൽ പൊൻപാറക്കുന്ന് ഭാഗത്ത്. ഇതിപ്പോൾ ഒരു പുറമ്പോക്ക് ഭാഗമാണ്. ഇത് ആരുടെയും സ്വത്തല്ല, സർക്കാർ വക റവന്യൂ വകുപ്പ് പുറമ്പോക്കിൽ ഇങ്ങനൊരു ഷെഡിലാണ് അരവിന്ദും കുടുംബവും താമസിക്കുന്നത്. ഇവിടെ ഈ കുടുംബത്തിൽ ഞാൻ രാവിലെ വരുമ്പോൾ അരവിന്ദ് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. അരവിന്ദും അരവിന്ദിൻ്റെ ചേട്ടൻ്റെ കുട്ടിയും മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അരവിന്ദ് എത്ര മണിക്കാണ് സ്കൂള്? 8:30 സ്കൂളിൽ പോകാറായില്ലേ? എങ്ങനെയുണ്ട് ക്ലാസ്സൊക്കെ? ഇപ്പോൾ ആധാർ കാർഡ് ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടെന്ന് ആരാ പറഞ്ഞേ? ടീച്ചർ എല്ലാവരും പറയുന്നുണ്ട്, പഠിക്കാൻ പറ്റില്ല, പരീക്ഷയൊക്കെ എഴുതാൻ പറ്റില്ല എന്നൊക്കെ പറയാറുണ്ട്. SSLC പരീക്ഷ എഴുതണമെങ്കിൽ ആധാർ കാർഡ് വേണം. അതിന് വേണ്ടി പഠിക്കാനൊക്കെ മിടുക്കനാണ്, ക്ലാസ്സിലൊക്കെ ഫസ്റ്റ് ആണ്. അപ്പൊ ആധാർ കാർഡ് ഇല്ലാത്തതിന്റെ പ്രശ്നം എന്താന്നാ പറയുന്നത്? ആധാർ കാർഡ് ഇല്ലെങ്കിൽ നമ്മൾ എഴുതാൻ സ്കൂളിൽ പോകാൻ പറ്റൂല. എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നത്? അത് നമ്മൾ ആദ്യം ഇവിടുന്ന് പോയതായിരുന്നു, അക്ഷയയിൽ പോയതായിരുന്നു. അപ്പോൾ അന്ന് എന്തോ ആധാർ കാർഡ് ലിങ്ക് ആവുന്നില്ല എന്നാണ് പറഞ്ഞത്. ആധാർ കാർഡ് ഇല്ലാത്തതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അഡ്രസ് പ്രൂഫ് വേണം, അല്ലെങ്കിൽ ID പ്രൂഫ് വേണം. അരവിന്ദൻ്റെ അച്ഛനും അമ്മയ്ക്കും ആ രേഖയില്ല. ഇപ്പോഴാണ് ആധാർ കാർഡുമായി ബന്ധപ്പെട്ട ഈ ഒരു കാര്യങ്ങളൊക്കെ ഒരു സ്ട്രിക്റ്റ് ആക്കിയത്. അതിൽ നിയമങ്ങളൊക്കെ അഡ്രസ് പ്രൂഫും ID പ്രൂഫും ഒക്കെ വേണമെന്ന് വന്നത്. ഇതാണ് അരവിന്ദ് താമസിക്കുന്ന വീട് എന്ന് പറയുന്നത്. ഇവിടെ വീട് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഷെഡാണ്. ആ ഷെഡിനകത്താണ് താമസിക്കുന്നത്. അരവിന്ദിൻ്റെ ചേട്ടനുണ്ട്. ഇവർ നിങ്ങൾ ജീവിക്കുന്നത് സർക്കസ് ആണല്ലേ? തെരുവ് സർക്കസ് ആണ്. എപ്പോഴാണ് സർക്കസ്? മഴയായതുകൊണ്ട് പോകാൻ പറ്റും? മഴ ഇപ്പോൾ സമയത്ത് പോകാനൊന്നുമില്ല, വീട്ടിലൊന്നായിരിക്കും. അല്ലാത്ത സമയത്ത് മാത്രമേ ടൗണിലേക്ക് പരാടിക്ക് പോകും, ബീച്ചിലേക്ക് പരാടിക്കൊക്കെ പോകും. ബീച്ചിലാണ് തെരുവ് സർക്കസ്. അതെ. അരവിന്ദനെ കൂട്ടാറ്? ഇല്ല, അരവിന്ദർ കളിക്കില്ല. പക്ഷെ എന്നെ സഹായത്തിന് ഞായറാഴ്ച ദിവസങ്ങൾ മാത്രമായിരിക്കും പരാടിക്കുക. അന്നൊക്കെ എന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് സഹായിക്കാൻ വേണ്ടി മൂപ്പര് എന്നെ കൂടെ ഉണ്ടോ. ചെണ്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്നൊക്കെ ഇത് നമ്മളിവിടെ 3 കല്ല് വെച്ച് ഇവിടെ ഒരു അടുപ്പുണ്ടാക്കും. മഴ എല്ലാ സമയത്ത് അകത്ത്, ഇല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്നായിരിക്കും ഉണ്ടാക്കുന്നത്. ഇവിടെ ആരൊക്കെ താമസിക്കും? അല്ല, ഞാൻ, എൻ്റെ വൈഫ്, 3 അനിയന്മാർ, അച്ഛൻ, അമ്മ, എൻ്റെ മോള്. അച്ഛനമ്മയ്ക്ക് ഒരു ID കാർഡ് ഇല്ല. അച്ഛനമ്മയ്ക്ക് ആധാർ കാർഡിൻ്റെ യാതൊരു പ്രൂഫില്ല. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചായത്തിനൊക്കെ ഒരു സഹായം കിട്ടണമെങ്കിൽ, ഇപ്പോൾ ഇവർക്ക് നമുക്കപ്പോൾ അതിദരിദ്ര പട്ടികയിൽപ്പെട്ട ആളുകൾക്ക് സഹായം കിട്ടണമെങ്കിൽ പോലും ആധാർ കാർഡോ ID കാർഡോ വേണം. ഇവരുടെ അച്ഛനമ്മയ്ക്ക് തമിഴ്നാട് സ്വദേശികളാണ്. അല്ല, അവർ ചെറിയ പ്രായത്തിൽ ഒരു നാടോടിയായിരുന്നു. ഒരു സ്ഥലത്ത് ഇങ്ങനെ കറങ്ങി അതായത് ഒരു സ്ഥലത്ത് എപ്പോഴും ഉണ്ടാവാറില്ല. ഒരു നാട്ടിൽ 1 മാസമാണെങ്കിൽ ഒരു വീടൊക്കെ വേണമെന്ന് ആഗ്രഹമില്ല? ഉണ്ട്. ഇപ്പോൾ അനിയന്മാർ പഠിക്കുന്നുണ്ട്, മോളുണ്ട്, വൈഫുണ്ട്. അപ്പോൾ അവരൊക്കെ നോക്കണ്ടേ? അപ്പോൾ എത്ര കൊല്ലം ഇവിടെ തന്നെ ഇങ്ങനെ ജീവിച്ചു പോകുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അരവിന്ദ്രൻ്റെ കുടുംബം ആവശ്യപ്പെടുന്ന ഈ ഒരു ആധാർ കാർഡ് എന്ന് പറയുന്നത് SSLC പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രമല്ല, അരവിന്ദ്രനെ സംബന്ധിച്ച് പരീക്ഷ എഴുതണം, പഠിക്കണം. പഠിച്ചെന്താണ് ആഗ്രഹം അരവിന്ദ്രൻ? വലിയ ജോലിയൊക്കെ കിട്ടണം. ജോലി കിട്ടണം അല്ലേ? അപ്പോൾ അത് മാത്രമല്ല, അരവിന്ദന് ഈ കുടുംബം അതുപോലെ തന്നെ ഇവരുടെ ഉപജീവനം രഞ്ജിത്ത് പഠനത്തിൽ മിടുക്കനാണ് അരവിന്ദ് എന്നതാണല്ലോ ഇപ്പോൾ നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്. നമുക്കിപ്പോൾ മാവൂർ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ശ്രീ സുമേഷ് നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സാർ. അരവിന്ദിനെ നമുക്കൊന്ന് സഹായിക്കണ്ടേ? തീർച്ചയായിട്ടും വേണം. എന്താണ് അതിനൊരു വഴി താങ്കൾ മുന്നിൽ കാണുന്നത്? ഞങ്ങൾ സ്കൂളിന്റെ ഭാഗത്തുള്ള എല്ലാ നീക്കങ്ങളും തുടങ്ങിയിട്ടുണ്ട്. അവർ സാമ്പത്തികമായി വളരെ പിന്നോക്കാവസ്ഥയായതുകൊണ്ട് അധ്യാപകർ അവരെ സഹായിക്കാൻ വില്ലിങ്ങാണ്. പിന്നെ കുട്ടിക്ക് പഠനത്തിൽ ചെറിയ തടസ്സം ആധാർ കാർഡ് ഇല്ല എന്നതാണ്. അതുകൊണ്ട് ഞാൻ ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ സഹായം തേടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു അടച്ചുറപ്പുള്ള ഒരു വീട്, അതുപോലെ തന്നെ കുടുംബാംഗങ്ങളൊക്കെ കുറേ പേരുണ്ട്. ഇവർ നാടോടികളായിരുന്നു അച്ഛനമ്മമാരൊക്കെ. അപ്പോൾ ഇവർക്ക് അടച്ചുറപ്പുള്ള ഒരു വീട്, സഹായം, അങ്ങനെ നമ്മളെല്ലാവരും വന്ന് ചേർന്നാൽ മിടുക്കനായ ഒരു കുട്ടിക്ക് ഒരു നല്ലൊരു വീടുമാകും, അതുപോലെ തന്നെ മുന്നോട്ട് പഠിക്കാനുള്ള ഒരു സഹായവുമാകും. ആ നാട്ടിൽ ഉള്ളവരും സഹായിക്കാൻ തയ്യാറാണോ ഇപ്പോൾ സർ? അതെ, ഞാൻ വാർഡ് മെമ്പർ എല്ലാവരും ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാം റെഡിയാണ്. നാട്ടുകാർ ഒന്നടങ്കം എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഒരു മാധ്യമം എന്ന നിലയിൽ ഞങ്ങളും ഉണ്ടാവും കൂടെ. ഓ, വെരി ഗുഡ്. അപ്പോൾ അരവിന്ദിന് ആധാർ എടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ തുടരൂ. അതിന് ഞങ്ങളുടെ ഭാഗത്തു നിന്നും സഹായിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങളും ചെയ്യാം. താങ്ക് യു സർ. അപ്പോൾ ഹെഡ് മാസ്റ്ററാണ് നമ്മളോട് സംസാരിച്ചത്. VS രഞ്ജിത്ത്, നമുക്ക് ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിയുന്ന രീതിയിൽ അധികൃതരുമായിട്ടൊക്കെ ഒന്ന് സംസാരിക്കൂ.
തീർച്ചയായിട്ടും നമ്മൾ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ആളുകളുമായി അവർ നമ്മളുമായി ബന്ധപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ ഇവിടുത്തെ പഞ്ചായത്ത് വാർഡ് മെമ്പർ നന്ദിനി ഇവർക്കൊരു റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അത് പക്ഷേ ആധാർ കാർഡിൻ്റെ രേഖയായിട്ട് എടുക്കുമോ എന്നറിയില്ല. ആ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ഇപ്പോൾ സാധാരണ അഗതി മന്ദിരങ്ങളിലൊക്കെ കഴിയുന്ന കുട്ടികൾക്ക് ആധാർ എടുത്തു കൊടുക്കുന്ന രീതിയിൽ സാധിക്കുമോ, അങ്ങനെ നിയമപരമായിട്ടുള്ള വശങ്ങളൊക്കെ ലീഗൽ സർവീസ് അതോറിറ്റി പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം ഇത്തരത്തിൽ സർക്കാർ അധികാരികളുടെ ഭാഗത്തുനിന്ന്, റവന്യൂ വകുപ്പ് അധികാരികളുടെ ഭാഗത്തുനിന്നൊക്കെ എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വി എസ് രഞ്ജിത്ത്, അപ്പോൾ മേൽവിലാസവും തിരിച്ചറിയൽ കാർഡും അങ്ങനെ രേഖകളൊന്നുമില്ലാത്ത അരവിന്ദിന്റെ ജീവിതത്തിൽ ഒരു ഇടപെടൽ നടത്താൻ കഴിയുമോ എന്ന് നമുക്ക് നോക്കാം. ഇതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ.